ദൈവവചനം ചിന്തയ്ക്കായി എടുക്കുമ്പോൾ സ്തോത്രം, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമ്മൾ സേവിക്കുന്നത്. വി സെർവ് എ ഗോഡ് ഹു സ്പീക്സ് ടു അസ്. ഹല്ലേലൂയ. വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു നല്ല കർത്താവ്. സ്തോത്രം. ആരുടെ അടുത്ത് ചെയ്യാൻ വേണ്ടി, ഭാവി പ്രവചിച്ച് കിട്ടാൻ വേണ്ടി ആരുടെ അടുത്ത് പോകണ്ട. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ കർത്താവ് വരാൻ പോകുന്ന കാര്യങ്ങളെ നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. He reveals secrets. Hallelujah. ഒന്ന് കൊരിന്ത്യർ 2:10 വചനം ഇങ്ങനെ പറയുന്നു. The first letter of Paul to the Corinthians, chapter 2 verse number 10. ഒന്ന് കൊരിന്ത്യർ 2:10. But it was to us that God revealed these things by his spirit, for his spirit searches out everything and shows us God's deep secrets. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തെ സംബന്ധിച്ച അഗാധ കാര്യങ്ങളെയും ആരായുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അതിന് തൊട്ട് മുമ്പ് 9-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യന്റെ ഹൃദയത്തിനകത്തോട്ട് തോന്നിയിട്ടുമില്ലാത്ത കാര്യങ്ങളാ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് നമ്മളെ കുറിച്ചുള്ള നന്മകള്, കർത്താവിന്റെ രഹസ്യങ്ങള്, മർമ്മങ്ങള്, ദൈവരാജ്യത്തിനകത്തെ അത്ഭുതങ്ങള്, വരാനിരിക്കുന്ന കാര്യങ്ങള്, സകലതും തിരുവചനം അവിടെ പറയാ, അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിനകത്തോട്ട് തോന്നിയിട്ടുമില്ല. ഇതൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെയോ 10 പറയുക, ഇത് എത്രയും പറഞ്ഞിട്ട് 10ന്റെ വാക്യം പറയുക. പക്ഷെ നമുക്ക് ആത്മാവുള്ളവർക്ക് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. സൗജന്യമായി, ആത്മാവ് ഉള്ളവർക്ക് സൗജന്യമായി കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങള്, ഗൂഢമായി മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങള്, ഡീപ് സീക്രറ്റ്സ്, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞ് എന്നോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങള് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്തോത്രം. നമുക്ക് അപ്പൊ കർത്താവ് സംസാരിക്കും, കർത്താവ് ഇടപെടും. ആര് കർത്താവോട് ചോദിക്കുന്നു, കർത്താവ് എന്നോട് ഇന്ന വിഷയത്തിനെ കുറിച്ച് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം, എനിക്കറിയണം. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം, ആ വിഷയത്തിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എന്താ കർത്താവെ ഈ ഒരു ബുദ്ധിമുട്ട്? കർത്താവ് വിളിച്ചായിട്ടും അതെ, യേശുവിനോട് നമ്മൾ സംസാരിച്ചാൽ ചിലപ്പോൾ അന്നേരം ആ സമയം ആ സ്പോട്ടിലായിരിക്കത്തില്ല ചിലപ്പം പറയുന്നത്. 2-3 ദിവസം നമ്മൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഒക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവുമായിട്ട് ഇതിനെ ഉപവസിക്കുന്ന ഒരു കാര്യം നടക്കാനല്ല. നോ, ആരും ഉപവസിക്കുന്ന എനിക്ക് ഇന്ന ഒരു കാര്യത്തിന്റെ മേൽ വിടുതൽ വേണം, അത് കാരണം ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക, നോ, അങ്ങനെയൊന്നുമല്ല. എന്തോ നടത്തി തരാനിരിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ദൈവമായിട്ട് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് അടുത്ത് ചേർന്നിരിക്കുക, ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവുമായിട്ട് വസിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയാലും ദൈവവചാലും ആരാധനയാലും ഒക്കെ ഇരിക്കുമ്പോൾ ദൈവം നിഗൂഢമായ കാര്യങ്ങൾ സംസാരിക്കും. ഡീപ് സീക്രറ്റ്സ്, ഇന്നർ സീക്രറ്റ്സ് സംസാരിക്കും. നമ്മളുടെ ജീവിതത്തിനകത്താണേലും കർത്താവിന്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹങ്ങളാണേലും വചനത്തിൽ നിന്നുള്ള ആഴങ്ങളാണേലും വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം അവിടെ പറയുന്ന ഡീപ് സീക്രറ്റ് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം അവിടെ പറയുന്ന ഡീപ് സീക്രറ്റ്സ് എന്നുവെച്ചാൽ ആഴത്തിൽ കിടക്കുന്ന, എവിടോ നിഗൂഢമായി കിടക്കുന്ന, ആർക്കും മിസ്റ്റീരിയസ് ആയിട്ട് കിടക്കുന്ന, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ആയ രഹസ്യങ്ങള് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. 3:3 വചനം ഇങ്ങനെ പറയുന്നു. ജെറമയ ചാപ്റ്റർ 33 വേഴ്സ് നമ്പർ 3. Ask me and I will tell you remarkable secrets you do not know about things to come. വായിച്ചേ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് അപേക്ഷിക്കുക, ഞാൻ നിനക്ക്
ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള എല്ലാ ഓ കാര്യങ്ങൾ വണ്ടർഫുൾ. നീ ഞാൻ നിന്നെ അറിയിക്കും. അറിയാത്ത മഹത്വമായും അഗോചരമായും അഗോചരമായും ഉള്ള കാര്യങ്ങൾ. Amen. Hallelujah. I will tell you remarkable things you do not know things to come. കണ്ടോ, വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അതും വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, റിമാർക്കബിൾ ആയിട്ടുള്ള രഹസ്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ചിലപ്പോൾ ഒരു ദർശനമോ ഒരു 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 സ്വപ്നമോ എന്തേലും കണ്ടാല് കണ്ട ആള് ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവുമായിട്ട് പരമത്തിന്റെ കൂടെ ഇരുന്നാൽ ദൈവം ആ സ്വപ്നം വ്യാഖ്യാനിച്ചു തരും. അല്ലേ, നമ്മള് വേറൊരാളോട് ചോദിച്ചാൽ ദൈവം എങ്ങനെയാ വേറൊരാളോട് വെളിപ്പെടുത്തി കൊടുക്കുന്നേ? ഇപ്പൊ എന്നെ ഏൽപ്പിച്ച സ്വപ്നം ഞാൻ ചെന്ന് വേറൊരാളോട് പറയാം, ഞാൻ ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു, എന്നോടൊന്ന് പറഞ്ഞു തരണം. എങ്ങനെയാ ആ ആൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നേ? ആ ആളാണോ സ്വപ്നം ഇട്ടു തന്നത്? ആ ആളാണോ സ്വപ്നം കണ്ടത്? അല്ല. എൻ്റെ അകത്ത് വന്ന സ്വപ്നം അല്ലെങ്കിൽ ദർശനം, അതിന്റെ ഉടമസ്ഥൻ കർത്താവാ. ആ സ്വപ്നത്തിന്റെ അവകാശി അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ ഉടയവൻ കർത്താവാ. അവൻ കർത്താവിനോട് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന് മാത്രമേ അത് വെളിപ്പെടുത്തി തരാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് 1 കൊരിന്ത്യർ 2:10 പറഞ്ഞത്, but it was to us that God revealed these things by his spirit. ത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മളോട് തന്നത്, നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഈ വരാനിരിക്കുന്ന നിഗൂഢമായ കാര്യങ്ങള്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യരൊട്ട് ചിന്തിച്ചിട്ടും ഇല്ലാത്ത നിഗൂഢമായ കാര്യങ്ങള് ദൈവാത്മാവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നെ. ദൈവം വെളിപ്പെടുത്തി തന്നെങ്കിൽ ദൈവാത്മാവ് അതിന്റെ ബാക്കി പിന്നിലുള്ള കഥയും പറഞ്ഞു തരും, തീർച്ചയായിട്ടും. ഹല്ലേലൂയ. ദൈവാത്മാവ് കൂടാതെ ആർക്കും ഒരു ദർശനമോ ഒരു സ്വപ്നമോ ഭാവിയെ കുറിച്ചുള്ളതോ ഒന്നും കാണാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വന്നു, അല്ലെ, ദൂതൻ വന്നിട്ട് മറിയോട് സംസാരിച്ചു. എന്നിട്ട് മറിയോട് പറഞ്ഞു, മരിയെ, ഇനിയും നടക്കാൻ പോകുന്ന കാര്യങ്ങള് എന്താണ്? നിന്റെ ഉദരത്തിനകത്തൊരു ദൈവപ്രജ ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇനി പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കയ്യിലാണ് സകലത്തിന്റെയും ഉത്തരവാദിത്തം ഇരിക്കുന്നത്. ഇന്ന് ദൈവത്തിന്റെയും ഉത്തരവാദിത്തം ഇരിക്കുന്നത്. ഇന്ന് ദൈവം എന്തെങ്കിലും ദർശനമോ എന്തെങ്കിലും സ്വപ്നമോ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കാനായിട്ട് ഏറ്റവും മിടുക്കൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. അപ്പൊ യെരമ്യാ 33:3 പറയുന്നു, നിങ്ങൾ എന്നോട് ചോദിക്കുക. നമ്മൾ ചോദിക്കാത്തത് കാരണമാണ് നമ്മളുടെ ഭാവിയെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഇല്ലാത്തത്. കർത്താവിനോട് ചോദിക്കുക. കർത്താവിനോട് പറ, കർത്താവെ, എനിക്ക് അറിയണം, എൻ്റെ ജീവിതത്തിനകത്ത് ഈ വിഷയത്തിന്റെ മേൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ മേൽ എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്ക് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. കർത്താവ് വെളിപ്പെടുത്തി തരും. വചനം ഉറപ്പായിട്ടും പറയാം, ഐ വിൽ ടെൽ യു അബൌട്ട് തിങ്സ് ടു കം. വെറുതെ വ്യർത്ഥമായ കാര്യങ്ങൾ, ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ 48:6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ, ഐസിയ ചാപ്റ്റർ 48 അതിന്റെ വേഴ്സ് നമ്പർ 6, അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. 6, യു ഹാവ് ഹേർഡ് മൈ പ്രിഡിക്ഷൻസ് and seen them fulfilled, but you refuse to admit it. Now I will tell you new things, secrets you have not heard. ഒന്ന് വായിച്ചേ. 6, നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. ഇപ്പൊ എല്ലാം കണ്ടുകൊള്ളുക. അപ്പൊ നീ കേട്ടതെല്ലാം നീ ഇനിയും കാണാൻ പോവാ, കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. കണ്ടോ? അപ്പൊ നമ്മളൊരു പ്രവചനം കേൾക്കുമ്പോ, വേറൊരാളുടെ വായിന്ന് ഒരു പ്രവചനം കേൾക്കുമ്പോ നമുക്ക് വരാനിരിക്കുന്ന കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാ കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 7 പറയുന്നു, നീ വരാൻ പോകുന്ന കാര്യങ്ങൾ, നീ കേട്ടിട്ടില്ലാത്തതെല്ലാം, രഹസ്യങ്ങളെല്ലാം, they are brand new, not things from the past. പ്രവചനം അതാ. കണ്ടോ? പ്രൊഫസി അതാ. വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പ്രവചനം. ഹല്ലേലൂയ. കണ്ടോ? അത് പുതിയതാണ്. വേറെ ആർക്കും അത് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഞാൻ നിന്നോട് പറയുക. സോ യു കനോട്ട് സേ വി ന്യൂ ദാറ്റ് ഓൾ ദ ടൈം. നിനക്ക് പറയാൻ പറ്റത്തില്ല എനിക്കിത് അറിയാമായിരുന്നു എന്ന്. കണ്ടോ? അല്ലേ? അപ്പം വചനം കേൾക്കുമ്പം
കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേൾക്കും. എന്തിനാ? നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ചിലപ്പം കേൾക്കും. ആദ്യ വിശ്വാസത്തിലൊക്കെ വരുന്നവര് അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ചിലപ്പം ദൈവാത്മാവ് അവരോട് പ്രവചിച്ച് പറയും. എന്തിനാ? വേറൊരാൾ വഴി അവരോട് പ്രവചിച്ച് പറയും. എന്ന് വെച്ചാൽ അവർക്ക് ഉറപ്പ് വരാനാ അവരുടെ ജീവിതത്തിനകത്ത് നടന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് അവര് വേറൊരാളുടെ വായിന്ന് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അയ്യോ, ദൈവം ഈ കർത്താവ് ശരിക്കും സത്യം തന്നെയാണല്ലോ, കണ്ടോ എൻ്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് കണ്ടോ. പക്ഷേ തിരുവചനം അവിടെ പറയുന്നു, അല്ലേ, നിങ്ങൾ ചില രഹസ്യങ്ങൾ തിരുവചനം അവിടെ പറയുന്നു, അല്ലേ, നിങ്ങൾ ചില രഹസ്യങ്ങൾ കേൾക്കും, ചില പ്രവചനങ്ങൾ കേൾക്കും. അത് വരാൻ പോകുന്ന കാര്യങ്ങളാ, അത് പുതിയതാ, അത് കഴിഞ്ഞ കാലങ്ങൾ. ഇറ്റ്സ് നോട്ട് ഫ്രം ദ പാസ്റ്റ്, ഇറ്റ് ഈസ് ന്യൂ, ഇറ്റ് ഈസ് അബൌട്ട് ദ ഫ്യൂച്ചർ. അത് വരാനിരിക്കുന്ന ഭാവി കാലത്തെ കുറിച്ച്. എന്തിനാ? അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച്, നമ്മളെ അതിശയിപ്പിക്കുന്ന, നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാവിക്കകത്തേക്ക് വിത്തിടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അല്ലേ, ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങള് നമ്മളോട് പറയുമ്പോൾ നമ്മളുടെ അകത്ത് വിത്ത് പ്രത്യാശയിടുക, സ്വപ്നങ്ങൾ ഇട്ട് തരുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്തിനാ? നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ ആ ബുദ്ധിമുട്ടിനകത്ത് നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകല്ലേ. നമ്മൾ പ്രത്യാശയോടെ നമ്മൾ ആ കേട്ട ദൂതിനെ അല്ലെങ്കിൽ ആ കേട്ട സ്വപ്നത്തിനെ, കണ്ട സ്വപ്നത്തിനെ കേറിപ്പിടിച്ച് നമ്മൾ കണ്ട സ്വപ്നത്തിനെ കേറിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല, വിട്ടുകളയത്തില്ല. എന്താ? നമ്മളുടെ ഭാവിയെ കുറിച്ചുള്ള സ്വപ്നം നമ്മൾ കണ്ടു, നമ്മളുടെ ഭാവിയെ കുറിച്ചുള്ള പ്രവചനം നമ്മൾ കേട്ടു, നമ്മളുടെ ഭാവിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശബ്ദം, അരുളപ്പാട് നമ്മളുടെ അകത്ത് വിത്തായിട്ട് വീണു. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 8-ാം വാക്യം പറയുന്നു, യെസ്, ഐ വിൽ ടെൽ യു ഓഫ് തിങ്സ് ദാറ്റ് ആർ എൻറ്റയർലി ന്യൂ, തിങ്സ് യു ഹാവ് നെവർ ഹേർഡ് ഓഫ് ബിഫോർ. വായിച്ചേ. നീ കേൾക്കുകയോ നീ അറിയുകയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. കണ്ടോ, മലയാളം ട്രാൻസ്ലേഷനകത്ത് ഫുൾ ആയിട്ടില്ല. 8-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, യെസ്, ഐ വിൽ ടെൽ യു ഓഫ് തിങ്സ് ദാറ്റ് ആർ എൻറ്റയർലി ന്യൂ. കണ്ടോ ദൈവം പറയുന്നത്? അതെ, ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിന്നോട് പറയും, പുതിയതായ, പൂർണ്ണമായും പുതിയതായ കാര്യം ഞാൻ നിന്നോട് പറയും. നീ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് പറയും. ഓ ഹല്ലേലൂയ. ഒന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ കൂടെ പറ്റിച്ചേർന്നിരുന്നാൽ, അതാ 1 കൊരിന്ത്യർ 2:10 പറഞ്ഞത്. എന്താ വാക്യം പറഞ്ഞത്? മറ്റാരോളുമല്ല, നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന നിഗൂഢമായ ചിന്തകള്, വരാനിരിക്കുന്ന കാര്യങ്ങള്, ദൈവരാജ്യത്തിനെ കുറിച്ചുള്ളതായിരിക്കും, നമ്മളുടെ ലോകത്തിനെ കുറിച്ചുള്ളതായിരിക്കും, നമ്മളുടെ ജീവിതത്തിനെ കുറിച്ചായിരിക്കും, നമ്മുടെ മക്കളുടെ ജീവിതത്തിനകത്ത് അവരുടെ ഭാവിയെ കുറിച്ചായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കും. മറ്റാരെങ്കിലും ഒക്കെ വഴി നമ്മൾ കേൾക്കും, ദൂതുകളും ഒക്കെ കേൾക്കും. പക്ഷെ കർത്താവിനോട് പറയണം, കർത്താവെ, വചനം കിടപ്പുണ്ടല്ലോ, എന്നോട് സംസാരിക്കുമെന്ന്. ശരി, എന്നോട് ആ വചനം ഞാൻ കേട്ടു, ശരി, ഞാനത് കേട്ടു, ഞാനതിനെ സ്വീകരിക്കുക, എൻ്റെ ജീവിതത്തിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിക്കുക. പക്ഷെ അപ്പായെ, എന്നോട് സംസാരിക്കണം, അതിനകത്തുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കണം. അല്ലേ, ജോസഫിന്റെ ഭാവിയെ കുറിച്ച് ജോസഫിനോടാ ദൈവം സംസാരിച്ചത്. അല്ലേ, ആരോട് സംസാരിച്ചാലും എനിക്ക് തോന്നുന്നു ജോസഫ് ദൈവസന്നിധിയിൽ ഇരുന്നേനെ. ഇന്ന് ഈ വചനം കേട്ടെങ്കിൽ ജോസഫ് ഇരുന്നിട്ട് ജോസഫ് പറഞ്ഞേനെ, കർത്താവെ, അവരോട് സംസാരിച്ചല്ലോ, ഇനി എന്നോട് എന്നെ കുറിച്ച് സംസാരിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ, എന്നോട്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച്, എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ ലോകത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കണം. ദൈവവചനത്തിന്റെ ആഴത്തിൽ നിന്ന്, അതിന്റെ മർമ്മങ്ങളിൽ നിന്ന് എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കൊതിക്കണം ദൈവം നമ്മളോട് ഇടപെടാൻ വേണ്ടി. സ്തോത്രം. പലപ്പോഴും നമ്മളോട് പല കാര്യങ്ങള് ദൈവം പല കാര്യങ്ങൾ നമ്മളോട് പറയും. ചിലപ്പോൾ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം, നമ്മളുടെ
ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച്. പക്ഷെ കർത്താവുമായിട്ട് ഇരുന്നിട്ട് പറയണം, കർത്താവെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കണം. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കും. നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിത്തിടുക കർത്താവ്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത വണ്ണം, ചെവി കേട്ടിട്ടില്ലാത്ത വണ്ണം, മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് തോന്നിയിട്ടില്ലാത്ത വണ്ണം ദൈവ പ്രവൃത്തി നടക്കാൻ വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കും. നടക്കാൻ വേണ്ടി ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മേൽ വിടുതൽ വേണമെങ്കിൽ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഒരു വിഷയത്തിനകത്തൂടെ കടന്നു പോകുവാണോ, ആ വിഷയത്തിനകത്ത് തന്നെ ദൈവം മറുപടി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ. ഹല്ലേലൂയ. ആ വിഷയത്തിനകത്ത് തന്നെ ദൈവം പരിഹാരം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇരിക്കാത്തത് കൊണ്ടാ നമ്മളോട് വെളിപ്പെടുത്തി തരാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഇരിക്കാൻ താല്പര്യമുണ്ടോ? ഏത് വ്യക്തി കർത്താവുമായിട്ട് ഇരിക്കുന്നുണ്ടോ, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് ദൈവം പോക്കുവഴി ഒരുക്കി കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കും. ചിലപ്പം കർത്താവ് ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ വചനത്തിലൂടെ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പം അന്ന് രാത്രിയിൽ ചിലപ്പം സ്വപ്നത്തിലൂടെ ആയിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും എന്നോടും നിങ്ങളോടും സംസാരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പെടണം. എൻ്റെ ബിസിനസ്സിനകത്ത് ഞാൻ ഏത് പ്ലാൻ എടുക്കേണ്ടതെന്ന് എന്നോട് ഇടപെടണം. എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം കൊണ്ടുവരാൻ ഞാൻ ഏത് വിധത്തിൽ സംസാരിക്കണം, കൈകാര്യം ചെയ്യണം, എന്നോട് ഇടപെടണം. എൻ്റെ കുഞ്ഞുങ്ങള് പഠിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോകുന്നത് എവിടാണെന്ന് പ്രവചിച്ച് എന്നോട് പറയണം. വ്യക്തിപരമായിട്ട് എന്നോട് പറയണം. എന്നുവെച്ചാൽ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ്, നമുക്കൊരു അനർത്ഥവും വരുത്താത്ത നല്ല ദൈവം നമ്മുടെ കൂടെയാ നടക്കുന്നത്. കണ്ടോ, കൂടെ നടക്കുന്നവൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എക്ലസിയാസ്റ്റിസിനകത്താന്ന് തോന്നുന്നു, അല്ലെ പ്രൊവേർബ്സിനകത്താണ് പറയുന്നുണ്ട്, ഒരുവൻ ഒരുമിച്ച് നടക്കുമ്പോൾ, അവര് ഒരുമിച്ച് നടന്നാല്, ഒരു ദിശയിലോട്ട് നടന്നാലേ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? അപ്പം നമ്മൾ പറയുന്നു എൻ്റെ കൂടെ നടക്കുന്ന കർത്താവെന്ന്. അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന കർത്താവ് എന്നോട് പറഞ്ഞു തരത്തില്ലേ ഞാൻ എങ്ങനെയാ പോവണ്ടേ, ഞാൻ ഏത് വഴിയാ നടക്കണ്ടേന്ന്? ഹല്ലേലൂയ. അപ്പം നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരുന്നാൽ എൻ്റെ ഒപ്പം നടക്കുന്ന കർത്താവ് എന്നോട് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഈ സ്ട്രെങ്ത് അകത്ത് കയറണം, അല്ലെങ്കിൽ ഈ വ്യക്തത അകത്ത് കയറണം. സ്തോത്രം. ഞാൻ ദൂത് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് ഇന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ വിടാനിരിക്കുക, എന്നോടൊന്ന് പറഞ്ഞ് ഞാൻ അതിന് വിടണോ, ഞാൻ എവിടാ വിടേണ്ടത്, ഏത് കോഴ്സാ എടുക്കേണ്ടത്? നോ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ് നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവനാ ദൈവം. ഹല്ലേലൂയ. നമ്മളോട് പറയും ഏത് കോഴ്സാ എടുക്കേണ്ടത്, എവിടെ ചെന്നാണ് ആ കുഞ്ഞ് ശോഭിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്, വ്യക്തിപരമായിട്ട് സംസാരിക്കും. സംശയമുണ്ടോ? എന്നാ കർത്താവുമായിട്ട് ഈ വചനം എടുത്തു വെച്ചിട്ട് കർത്താവുമായിട്ടൊന്ന് ഇരുന്നേ. കർത്താവെ അങ്ങ് പറഞ്ഞല്ലോ നിഗൂഢമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെ കർത്താവുമായിട്ട് ഇരുന്ന് പ്രാപിക്കണം. സ്തോത്രം. ആദ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണം, അത് കഴിഞ്ഞ് സഭയ്ക്ക് വേണ്ടത് ചോദിക്കണം. എനിക്ക് സഭയിലോട്ട് ദൂത് കൊടുക്കാനാ, എൻ്റെ ദേവദാസന്റെ കയ്യിൽ എനിക്ക് ദൂത് കൊടുക്കാനാ, എന്നെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അടുത്ത സ്റ്റെപ്പിലോട്ട് കയറണം. എൻ്റെ രാജ്യത്തിന് വേണ്ടത് എന്നെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. വചനം വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളൊന്ന് തുറന്നു തന്നേ, എന്നോടൊന്ന് സംസാരിച്ചേ. ഉള്ളങ്ങളെ തുറക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സംശയമുണ്ട്? ഹല്ലേലൂയ. ഈ നല്ല കർത്താവ് പ്രവചിക്കുവോ എന്നൊന്ന് നോക്കിക്കേ. പരിശുദ്ധാത്മാവ് കൂടാതെ ഒന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളങ്ങളൊന്ന് തുറന്നു തന്നേ, എൻ്റെ ഉള്ളറകളൊന്ന് തുറന്നു തന്നേ. ഞാൻ ആ മുഴങ്ങുന്ന ശബ്ദം ഒന്ന് കേൾക്കട്ടെ. അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന വാക്കൊന്ന് ഞാൻ അടയാളങ്ങളും ദർശനങ്ങളാലും വഴി നടത്തുന്ന നല്ല ദൈവമാ. തൻ്റെ ജനത്തിനെ അടയാളങ്ങളും
അത്ഭുതങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും വചനങ്ങളും ഇട്ടുകൊടുത്ത് വഴി നടത്തുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ സത്യം അറിയും തോറും സത്യം നമ്മളെ സ്വതന്ത്രരാക്കിക്കൊണ്ടേയിരിക്കും. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ ഇത് സൗജന്യമായി ദർശനങ്ങളും അടയാളങ്ങളും ദൈവശബ്ദം കേൾക്കാമെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വസിക്കുന്ന ദൈവം നമ്മളുടെ അകത്ത് വസിച്ച് സ്വർഗത്തിനകത്ത് വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരത്തില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വെളിപ്പെടുത്തി തരും. തീർച്ചയായിട്ടും അതെ. ഹല്ലേലൂയ. ഒരാൾക്ക് മാത്രം വെളിപ്പെടുത്തി കൊടുക്കുന്ന കർത്താവല്ല, ചോദിക്കുന്നവർക്ക് നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്നിത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം, കർത്താവിനോടൊപ്പം ഇരിക്കണം. കർത്താവ് സംസാരിക്കും. ബ്ലെസ് യു. ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ, ഇറ്റ് ഇസ് സോ പവർഫുൾ ടു ബി എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ എംപവേർഡ് ആകുക, എക്വിപ്ഡ് ആകുക. അങ്ങനെയാ വചനം പറയുന്നത്. വി ആർ എംപവേർഡ് ആൻഡ് വി ആർ എക്വിപ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കണ്ടോ, നമ്മളെ എവർ ചെയ്യുന്നവൻ, ശക്തിപ്പെടുത്തുന്നവൻ, നമ്മളെ എക്വിപ്പ് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ ധരിപ്പിക്കുന്നവൻ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് മോഹപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്നവന്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കൊണ്ടിട്ട്, അറിവിനകത്തേക്ക് കൊണ്ടിട്ട്, ഒരാളുടെയോ കുറച്ചു പേരുടെയോ അവകാശമല്ല ദർശനങ്ങൾ പ്രാപിക്കുന്നതും വെളിപാട് കാണുന്നതും വരാനിരിക്കുന്ന കാര്യങ്ങൾ ഏൽക്കുന്നതും പ്രവചനം ലഭിക്കുന്നതും ഒന്നോ രണ്ടോ കുറച്ചു പേരുടെയോ അവകാശമല്ല. ആരിയ്ക്കുന്നോ അവരെ നിറയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് സ്വാർത്ഥതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് പറയണം, കർത്താവേ, ഈ വചനങ്ങൾ ഞാൻ കേട്ടു, ഞാനിത് വിശ്വസിക്കുന്നു, എന്നോട് അങ്ങ് ഇടപെടണം, എന്നോട് സംസാരിക്കണം. കർത്താവ് സംസാരിക്കും. ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സകല നന്മയാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. Let the Holy Spirit empower you and equip you for his